വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിലെ ചെമ്പകത്തൊഴുകുടി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണ്. മഴക്കാലത്ത് പോലും കുടിവെള്ളം തലച്ചുമടായി എത്തിക്കേണ്ട അവസ്ഥയിലാണ് ആദിവാസികൾ. ആനയിറങ്ങൽ ഡാമിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ചാണ് വൃഷ്ടിപ്രദേശത്ത് താമസിച്ചിരുന്ന ആദിവാസികളെ ചെമ്പകത്തൊഴുകുടിയിൽ പുനരധിവസിപ്പിച്ചത്. പതിറ്റാണ്ടുകളായി മേഖലയിൽ താമസിക്കുന്ന ഇവർക്ക് കുടിവെള്ളം എത്തിക്കാൻ ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല. ചിന്നക്കനാൽ BLM റോഡിന്റെ മുകൾ ഭാഗത്തായി താമസിക്കുന്ന 50ഓളം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. നല്ലപോലെ മഴ പെയ്ത് വെള്ളം വന്നാൽ 2 ദിവസത്തിൽ കൂടെ വെള്ളം പറ്റില്ല, ഒലിച്ച് അവിടെ പോയി പിന്നെ നന്നാക്കി കൊണ്ടുവന്നാലേ 2 ദിവസം 3-4 ദിവസം കിട്ടുകയുള്ളൂ വെള്ളം. അപ്പോൾ വേനൽക്കാണെങ്കിൽ ഒട്ടും കിട്ടുകയില്ല, അവിടെയെങ്കിലും ചുമന്ന് കൊണ്ടുപോകണം. മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നിരവധി പദ്ധതികൾ ത്രിതല പഞ്ചായത്തും ജനപ്രതിനിധികളും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വാഗ്ദാനം മാത്രമായി ഒതുങ്ങി. പഞ്ചായത്തിൽ ഞങ്ങൾ കൊടുത്താലും ഇപ്പൊ ഇത് തരുന്നുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ വേറെ ഒരു കളി നടക്കുന്നില്ല. കുറച്ച് ടെൻഡർ മാത്രമേ പണ്ടുള്ളൂ, അത് ഇപ്പൊ നടപ്പില്ല, അത് നടത്തിത്തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ കിട്ടുന്ന ഇതായിട്ടില്ല. പാപ്പാത്തിച്ചോല മലമുകളിലെ അരുവിയിൽ നിന്നും ഹോസ് ഉപയോഗിച്ചാണ് നിലവിൽ കുടിവെള്ളം എത്തിക്കുന്നത്. അതിശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഹോസുകൾ പലപ്പോഴും നശിക്കാറുണ്ട്. വേനൽക്കാലത്ത് നീരൊഴുക്ക് പൂർണ്ണമായും നിലയ്ക്കുന്നതോടെ തലച്ചുമടായാണ് വെള്ളം എത്തിക്കുന്നത്. ന്യൂസ് 18 ചിന്നക്കനാൽ. സഞ്ചാരമാർഗമായ തൂക്കുപാലം തകർച്ചയിലായതോടെ യാത്രാ ദുരിതത്തിലാണ് അടൂർ ഏനാത്ത് എളങ്ങമംഗലം നിവാസികൾ. അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. കൈവരികളും നടപ്പാതയും തുരുമ്പെടുത്ത് നശിച്ചതോടെ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു. മാവടി ഏഴംകുളം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എളമംഗലം തൂക്കുപാലമാണ് തകർച്ചയിലായത്. എളമംഗലം നിവാസികൾക്ക് മാവടി പഞ്ചായത്തിലെ കുളക്കടയിൽ എളുപ്പത്തിൽ എത്തിച്ചേരാനാണ് തൂക്കുപാലം നിർമ്മിച്ചത്. എന്നാൽ 2012 നിർമ്മിച്ച പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പഞ്ചായത്ത് അനാസ്ഥ കാട്ടിയതോടെ തൂക്കുപാലം അപകടാവസ്ഥയിലായി. ഏകദേശം ഒരു 10 വർഷത്തോളമായി പാലം ഇവിടെ ഉണ്ടായിട്ട് ഇതുവരെ ഇത് മെയിൻ്റെനൻസോ സർവീസിങ്ങോ ഒരു കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രളയത്തിലാണ് ഇങ്ങനെ ഈ ദുരിതാവസ്ഥയിലായത്. ഇപ്പം വളരെ ദുർഘടമായ അവസ്ഥയാണ്. യാത്രക്കാർക്ക് പോലും സഞ്ചാരയോഗ്യമല്ലാത്തൊരു രീതിയിലാണ് പാലം കിടക്കുന്നത്. കൈവരികൾ തകർന്നും തുരുമ്പെടുത്തും അപകടാവസ്ഥയിലായ പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. ഇതോടെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് ഇപ്പോൾ പ്രദേശവാസികൾ കുളക്കടയിലെത്തുന്നത്. യാത്രാ ദുരിതം ഭയങ്കര ദുരിതമായിട്ട് കിടക്കുകയാണ്. യാതൊരു ഗത്യന്തരമില്ലാത്തതുകൊണ്ട് കളക്ടർ വന്നിട്ട് ഇത് സീൽ ചെയ്തേക്കുക. ഇപ്പം ജനങ്ങൾ പോകാനൊക്കെ എത്തുന്നുണ്ട്. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ നടന്ന് കുളക്കട സ്കൂളിലേക്ക് പോകാൻ കുട്ടികൾ ഏനാത്ത് വഴി പോകണം. പത്തനംതിട്ട, കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എളമംഗലം തൂക്കുപാലം സർക്കാർ ഏജൻസിയായ കെല്ലാണ് നിർമ്മിച്ചത്. അതേസമയം 2 പഞ്ചായത്തുകൾ തമ്മിലുള്ള തർക്കമാണ് പാലം സഞ്ചാരയോഗ്യമാക്കാൻ തടസ്സമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. വയനാട് പനമരത്ത് പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം. പനമരം ഇഞ്ചിമലക്കടവ് പ്രദേശത്തുള്ളവരാണ് പാലമില്ലാത്തത് മൂലം ദുരിതം അനുഭവിക്കുന്നത്. നവംബർ 1 പുഴക്കരയിൽ കുടിൽ കെട്ടി സമരം ചെയ്യാനാണ് നാട്ടുകാരുടെ തീരുമാനം. കാലവർഷത്തിലാണ് പനമരം ഇഞ്ചിമലക്കടവിലെ പാലം തകർന്നത്. പാലത്തിന്റെ കോൺക്രീറ്റ് കാലുകൾ ഉൾപ്പെടെ തകർന്നുപോയി. പിന്നീട് ഇതുവരെ പാലം പുനർനിർമ്മിച്ചില്ല. നിരവധി വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും സഞ്ചാരമാർഗമായിരുന്നു ഈ പാലം. പാലമില്ലാതായതോടെ സാഹസികമായി ചങ്ങാടത്തിലാണ് നാട്ടുകാർ മറുകരയിലെത്തുന്നത്. ഇങ്ങനെ ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ ഇക്കരെ കിടക്കുന്നത്. പിന്നെ കുട്ടികളെ അവസ്ഥ ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഒരു പാലം. ഇപ്പോൾ പിള്ളേർ പഠിക്കാൻ പോകാത്ത കൊണ്ട് ആൾക്കാർ കുറവാണ്. പഠിക്കാൻ പോവുകയാണെങ്കിൽ പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ്. പുതിയ പാലത്തിനായി അധികൃതരെ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ച് നവംബർ 1 പാലത്തിന് സമീപം കുടിൽ കെട്ടി സമരം ചെയ്യാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ നവംബർ 1 സ്കൂൾ തുറന്നാൽ ഏകദേശം 65ഓളം വിദ്യാർത്ഥികൾ പയ്യമ്പള്ളി സെന്റ് ഹാദറൈൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രദേശത്തു നിന്നാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വളരെയധികം ആശങ്ക പ്രകടിപ്പിക്കുകയും നവംബർ 1 മുതൽ സ്കൂളിലെ വിദ്യാഭ്യാസം ഞങ്ങൾ ഈ പാലത്തിൻ്റെ ഈ പുഴ സൈഡിൽ വെച്ച് നടത്തുവാനാണ് ഇവിടെ രക്ഷിതാക്കളുടെ തീരുമാനം. സ്കൂൾ തുറക്കുമ്പോൾ ചങ്ങാടത്തിൽ സാഹസിക യാത്ര നടത്തി വേണം അക്കരെ എത്താൻ. 20 വർഷം മുൻപായിരുന്നു ഈ പാലം നിർമ്മിച്ചത്. ന്യൂസ് 18 വയനാട്.
കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ അഞ്ചൽ പാതയിൽ ഉപരോധം സംഘടിപ്പിച്ചു. കരുവാളൂർ പിറയ്ക്കൽ പാലത്തിന് സമീപം മലയോര ഹൈവേയുടെ വശമിടിഞ്ഞു താഴ്ന്നിരുന്നു. അശാസ്ത്രീയ നിർമ്മാണത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നും മുൻ MLA പുനലൂർ മധു ആരോപിച്ചു. 6 മാസം മുൻപാണ് ശക്തമായ മഴയിൽ റോഡിന്റെ വശങ്ങൾ 50 അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞത്. ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ ഷൊർണൂർ പാതയിൽ പകൽ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. 1.5 വർഷത്തിന് ശേഷമാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ പകൽ സമയത്ത് എക്സ്പ്രസ് സർവീസ് എത്തുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 മാർച്ച് 23-നാണ് പാസഞ്ചർ സർവീസുകൾ നിർത്തിയത്. സംസ്ഥാനത്തെ പല പാതകളിലും സർവീസുകൾ പുനഃസ്ഥാപിച്ചപ്പോഴും ഈ റൂട്ടിൽ മാത്രം പകൽ സമയത്ത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിരുന്നില്ല. വിവിധ സംഘടനകൾ സമരത്തിനിറങ്ങിയതോടെയാണ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. ആദ്യ സർവീസിന് നിലമ്പൂർ നഗരസഭയുടെയും റെയിൽവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയത്. ഈ പാതയിലൂടെ ഉണ്ടായിരുന്ന മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കാൻ റെയിൽവേ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. റെയിൽവേ ആക്ഷൻ കൗൺസിൽ സത്യാഗ്രഹം ആരോളം അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഈ കോട്ടയം നിലമ്പൂർ ട്രെയിൻ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ വിവിധ കാലങ്ങളിലായി സംഘടനകളിലായി അതിൻ്റെ എല്ലാം ഒരു വിജയം എന്നുള്ളതിൽ ഇന്ന് കോട്ടയം നിലമ്പൂർ ട്രെയിൻ ഇവിടെ എത്തിയിരിക്കുന്നു. ചരക്ക് സർവീസുകൾ പുനഃസ്ഥാപിക്കുക, നിലമ്പൂർ കോയമ്പത്തൂർ സർവീസ് തുടങ്ങുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പ്രക്ഷോഭം തുടരുമെന്ന് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി. സർവീസ് പുനരാരംഭിച്ചത് വിനോദസഞ്ചാരികളടക്കമുള്ള യാത്രക്കാരെയും ആവശ്യത്തിലാക്കിയിട്ടുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു റെയിൽവേ പാത ദക്ഷിണേന്ത്യയിൽ നമുക്ക് വേറെ ഇല്ല. 66 കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽവേ പാത ഗ്രാമീണ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രകൃതിയെ അടുത്തറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിലമ്പൂർ, വാണിയമ്പലം, അങ്ങാടിപ്പുറം, ഷൊർണൂർ സ്റ്റേഷനുകളിൽ മാത്രമാണിപ്പോൾ എക്സ്പ്രസ് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. കോടഞ്ചേരിയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് വനം വകുപ്പ്. കടുവ എത്തിയെന്ന് സംശയിക്കുന്ന പ്രദേശത്ത് DFOയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പൊട്ടൻകോട് മലയുടെ തോട്ടുമുഴി ഭാഗത്ത് ഇന്നലെ കടുവയെ കണ്ടുവെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും പന്നിയെ വേട്ടയാടിയത് മറ്റെന്തെങ്കിലും മൃഗമാവാമെന്നും DFO പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ M. രാജീവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പന്നിയുടെ ജഡത്തിന് സമീപം സ്ഥാപിച്ച സെൻസർ ക്യാമറയിൽ കാട്ടുനായയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് കൂടുതൽ പരിശോധനകൾ നടക്കുമെന്നും ജനങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MK രാജീവ് കുമാർ പറഞ്ഞു. ജനങ്ങൾ ഭീതിപ്പെടേണ്ട രീതിയിലുള്ള കടുവയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ കാട്ടുനായ്ക്കളുടെ സാന്നിധ്യം, അതുപോലെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കുറ്റിക്കാടുകളിലൊക്കെ കാണുന്ന വന്യജീവികൾക്ക് അപ്പുറത്തുള്ള ഒരു ജീവിയുടെ സാന്നിധ്യങ്ങളൊന്നും ഈ മേഖലയിൽ കാണുന്നില്ല. ഈ ഭാഗങ്ങളിൽ മുഴുവനൊന്ന് പരിശോധന നടത്തും. നമുക്ക് കാൽപ്പാടുകളൊന്നും അങ്ങനെ കാണാനൊന്നും സാധിച്ചിട്ടില്ല. ചെറിയ കാൽപ്പാടുകളെ കാണുന്നുള്ളൂ. അപ്പം ഈ മേഖലയിൽ മുഴുവനൊന്ന് നമ്മൾ സെർച്ച് നടത്തും. എവിടെയെങ്കിലും എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. കോടഞ്ചേരി മൈക്കാവിൽ മിൽമയുടെ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. കൂടത്തായി കോടഞ്ചേരി റോഡിൽ മൈക്കാവ് മൃഗാശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം. ലോറി ഡ്രൈവർ കുന്നമംഗലം സ്വദേശി ഗിരീഷ് കുമാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കലുങ്ക് നിർമ്മിക്കുന്ന ഭാഗത്തെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞാണ് ലോറി തോട്ടിൽ പതിച്ചത്. 9,000-ഓളം ലിറ്റർ പാൽ നഷ്ടമായി. ഇടുക്കി പുളിയൻമലയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വലിയപാറ സ്വദേശി പാലയ്ക്കൽ സണ്ണിയാണ് മരിച്ചത്. തൊഴിലാളികളുമായി അമിത വേഗത്തിലെത്തിയ വാഹനം സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോതമംഗലത്ത് കഞ്ചാവ് വേട്ട. 8 കിലോയിലോ അധികം കഞ്ചാവുമായി മാലിപ്പാറ സ്വദേശി സുമേഷ് പോളിനെ കോതമംഗലം എക്സൈസ് അറസ്റ്റ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ ജോസ് പ്രതാപിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന. മറ്റു പ്രതികളായ ജോർഡിയും സജിയും രക്ഷപ്പെട്ടു. ഇവർ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഒറീസയിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് വിതരണം ചെയ്യുന്നുവെന്നാണ് വിവരം. വയനാട്ടിൽ 6 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പനമരം പാലത്തിന് സമീപം വെച്ച്
എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് കഞ്ചാവ് പിടികൂടിയത്. പാനൂർ സ്വദേശി അഷ്കറിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. കർണാടകയിൽ നിന്ന് കഞ്ചാവ് പല ഘട്ടങ്ങളിലായി കേരളത്തിലേക്ക് കടത്തുകയാണ് പതിവ്. മാസങ്ങളായി എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി. കണ്ണൂരിൽ 15 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2500 കിലോയിലധികം കൂൾ ഹാൻഡ്സ് എന്നിവയാണ് കണ്ടെടുത്തത്. നഗരത്തിലെ ഗോഡൌണിലും വാഹനത്തിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ സ്വദേശി അബ്ദുൾ റഷീദ്, ചെറുവത്തൂർ സ്വദേശി വിജയൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പാലക്കാട് ലഹരി മരുന്നുകളുമായി 2 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂരിൽ നിന്നും ബൈക്കിൽ കടത്തിയ 4 മില്ലിഗ്രാം MDMA, 6L സ്റ്റാമ്പ് എന്നിവയാണ് ജില്ലാ ലഹരി വിരുദ്ധ സേനയുടെയും പാലക്കാട് സൗത്ത് പോലീസിന്റെയും നേതൃത്വത്തിൽ പിടികൂടിയത്. കേസിൽ കോട്ടയം രാമപുരം സ്വദേശികളായ അജയ്, അനന്തു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം സിന്തറ്റിക് ട്രാക്കിനടുത്ത് ലഹരിമരുന്ന് കൈമാറാനായി കാത്തുനിൽക്കുമ്പോഴാണ് ഇവർ പിടിയിലാകുന്നത്. ആറ്റിങ്ങലിൽ വൻ തീപിടുത്തം. 3 കടകൾ കത്തി നശിച്ചു. കേച്ചേരി ജംഗ്ഷനിലെ മധുര അലുമിനിയം എന്ന കടയ്ക്കാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് മറ്റു കടകളിലേക്കും തീ പടർന്നു. പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീയണച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. വയനാട് പുൽപ്പള്ളിയിൽ പുള്ളിമാനെ വേട്ടയാടിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പുൽപ്പള്ളി ചാമപ്പാറയിൽ പുള്ളിമാനെ വേട്ടയാടി കൊന്ന സംഭവത്തിലാണ് 2 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ചാമപ്പാറ തട്ടുപുരക്കൽ വിനീഷ്, ശശിമലപ്പൊയ്കയിൽ സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ മാവിലമ്പാറ കുളത്തൂർ മേഖലയിലെ അനധികൃത ഖനനത്തിനെതിരെ ജനരോഷം ശക്തം. ദേവസ്വം ഭൂമി കയ്യേറി നടത്തുന്ന ചെങ്കൽ ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ചുഴലി വില്ലേജിൽപ്പെട്ട കൂനം, കുളത്തൂർ, മാവിലമ്പാറ മേഖലയിൽ 100 കണക്കിന് ചെങ്കൽ ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ ഭൂമിയിലേതുകൂടാതെ ദേവസ്വം ഭൂമിയിലും ഖനനം നടക്കുന്നുണ്ട്. ഒട്ടേറെ ജൈവവൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ് ഖനനം മൂലം ഇല്ലാതാകുന്നത്. പാറപ്രദേശത്തെ കുറ്റിക്കാടുകൾ അപ്രത്യക്ഷമായതോടെ മയിലുകളും പന്നികളും ജനവാസ പ്രദേശത്തെത്തി കൃഷി നശിപ്പിക്കുകയാണ്. ഈ മേഖല തകർന്നതോടുകൂടി ഈ മേഖലയിലുള്ള കാടുകളിലും കുറ്റിക്കാടുകളിലും ഒക്കെയുള്ള മയിലുകളും അതുപോലെ കാട്ടുപന്നികളും ഒക്കെ ഈ ബാലേശ്വരി മേഖലയിൽ ഇറങ്ങി അവിടുത്തെ ജനജീവിതം, കർഷകരെയൊക്കെ ദുരിതത്തിലാക്കി കഴിഞ്ഞു. പടപ്പേങ്ങാട് ബാലേശ്വരി മേഖലയിലുള്ളവർ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ചെങ്കൽക്കാറുകളിൽ നിന്നും വെള്ളം കുത്തിയൊഴുകി താഴ്ന്ന പ്രദേശത്തെത്തുന്നതും അമിതഭാരം കയറ്റി പോകുന്ന ലോറികൾ റോഡ് തകർക്കുന്നതും നാട്ടുകാർക്ക് ദുരിതമായിരിക്കുകയാണ്. കുടിവെള്ളം പോലും മലിനമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ റോഡ് ഗതാഗതം ഉൾപ്പെടെ താറുമാറായ അവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വന്ന സമയത്ത് ഇതിൻ്റെ അന്തരീക്ഷമൊക്കെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി ചേർന്നുകൊണ്ട് നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ എന്താണെന്നതിനെപ്പറ്റി വീണ്ടും നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകും. അനധികൃത ഖനനത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പരാതി നൽകിയെങ്കിലും നടപടി വൈകുകയാണ്. പ്രതിഷേധം ശക്തമാകുമ്പോൾ മാത്രം പേരിന് പരിശോധന നടത്തുന്നതൊഴിച്ചാൽ റവന്യൂ വകുപ്പും കാര്യമായൊന്നും ചെയ്യുന്നില്ല. പൊടിയടിച്ച് ഈ മേഖലയിൽ കുട്ടികൾ ഉൾപ്പെടെ അലർജി രോഗം ഉൾപ്പെടെ വരുന്നു എന്നാണ് ഈ പ്രദേശ നിവാസികൾ ഇവിടെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും അതുപോലെ തന്നെ ദേവസ്വം ഭൂമിയാണ് കൊത്തുന്നത് എന്നൊക്കെ തന്നെ വളരെ വിപുലമായി ഈ മേഖല എനിക്കൊന്ന് ഏക്കറോളം ഭൂമി ഇപ്പോൾ കൊത്തി പാറ, വളരെ ചുരുങ്ങിയ പാറ മാത്രമാണ് കാണാൻ ബാക്കിയുള്ളത്. ക്വാറികൾ പ്രവർത്തിക്കുന്നത് ചെങ്ങളായി പഞ്ചായത്തിലാണെങ്കിലും ചപ്പാരപ്പടു പഞ്ചായത്തിലുള്ളവരാണ് ദുരിതമനുഭവിക്കുന്നത്. ചെങ്കൽ ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ആലക്കോട്. പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ 100 കണക്കിന് ഏക്കർ നെൽകൃഷി നശിച്ചു. കൊയ്ത്തിന് പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പാലക്കാട് പെയ്ത മഴയിൽ 530 ഏക്കർ നെൽകൃഷി നശിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. മാത്തൂർ, കണ്ണാടി, ആലത്തൂർ, ചിറ്റൂർ മേഖലകളിലാണ് കൃഷിനാശം ഏറെയും. 700ഓളം കർഷകരുടെ നെൽകൃഷിയാണ് നശിച്ചത്. 3.25 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പല പാടശേഖരങ്ങളിലും കൊയ്ത്ത് ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് ശക്തമായ മഴയിൽ കൃഷി നശിച്ചത്. വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വളരെ ശക്തമായ മഴയാണ് പെയ്തത്.
അത്യാവശ്യം പല പ്രദേശങ്ങളിലും വീണ് മേലെ കൂടെ വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥിതി. കുറെ കൂടി താഴത്ത് വരുമ്പോൾ ഇപ്പോഴും വ്യാപകമായി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും നശിച്ചു. അതൊരിക്കലും ഇനി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇത്തവണ ഉൽപാദനം കുറവാണെന്ന് കർഷകർ പറയുന്നു. ഈ പ്രതിസന്ധിക്ക് പിന്നാലെയാണ് മഴയും നാശം വിതച്ചത്. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ വൈകുന്നതും കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്തെ മഴക്കണക്കിൽ കോന്നി മുന്നിൽ. വേനൽ മഴയിലും ന്യൂനമർദ്ദത്തിലും കോന്നിയിൽ ലഭിച്ചത് റെക്കോർഡ് മഴയാണ്. ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 3520.02 മില്ലിമീറ്റർ മഴയാണ് കോന്നിയിൽ ലഭിച്ചത്. തുടർച്ചയായുണ്ടായ ന്യൂനമർദ്ദത്തിലും വേനൽ മഴയിലും ലഭിച്ച മഴയുടെ കണക്കാണിത്. കഴിഞ്ഞ 152 ദിവസങ്ങളിലും കോന്നിയിൽ ശക്തമായ മഴ ലഭിച്ചു. ഇതിൽ ജൂൺ 4-നാണ് ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തിയത്, 138 മില്ലിമീറ്റർ. ഈ വർഷം 55 ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. വേനൽ മഴയിലും ന്യൂനമർദ്ദത്തിലും റെക്കോർഡ് മഴയാണ് ലഭിച്ചത്. ശരാശരി എല്ലാ മാസങ്ങളിലും ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ മാത്രം 920 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഏപ്രിൽ, ജൂൺ, ജൂലൈ മാസങ്ങളിലെ കണക്കുകളാകട്ടെ 400 മില്ലിമീറ്ററിന് മുകളിലാണ്. മുൻവർഷത്തേക്കാൾ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കോന്നിയിൽ അധിക മഴ ലഭിച്ചതായാണ് കണക്കുകൾ. 152 ദിവസമായിട്ട് 9 മാസം കൊണ്ട് തന്നെ 3520 മില്ലിമീറ്റർ മഴ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ മാസങ്ങൾ കൂടി ഉണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മഴയില്ലായിരുന്നത്. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിന്റെ കോന്നിയിലെ മഴമാപിനിയിലാണ് മഴയുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. കേരളത്തിൽ 40 ഇടങ്ങളിലാണ് മഴമാപിനിയിലൂടെ ഔദ്യോഗികമായി കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മുക്കമങ്ങാടിയിലെ കടകളിൽ വെള്ളം കയറാൻ കാരണം അനധികൃത നിർമ്മാണമെന്ന് നഗരസഭാ അധികൃതർ. നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃത നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കാരശ്ശേരി ബാങ്കിന് എതിർവശത്തുള്ള കടകളിൽ വെള്ളം കയറി വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതു സംബന്ധിച്ച് പരാതിയെ തുടർന്ന് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃത നിർമ്മാണങ്ങളും നിയമലംഘനങ്ങളും കണ്ടെത്തിയത്. സംസ്ഥാന പാതയിലെ കാരശ്ശേരി ബാങ്കിനടുത്തുള്ള കൾവർട്ടിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാനുള്ള തോട് അടച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തി നടത്തിയ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായത്. തോട് കയ്യേറിയതിനു പുറമെ കെട്ടിടത്തിന്റെ ഒരു നില കൂടി അനുമതിയില്ലാതെ നിർമ്മിക്കുകയും ചെയ്തു. അനധികൃതമായി കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്നും മുക്കം നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. ഈ PWDയിൽ നിന്ന് വരുന്ന കൾവർട്ടിന്റെ ഒരു ഭാഗം, ആ തോടിന്റെ ഒരു ഭാഗം മുഴുവൻ അടച്ചുകൊണ്ട് അനധികൃതമായിട്ടൊരു സ്വകാര്യ വ്യക്തി ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തിയിരിക്കുകയാണ്. നിശ്ചയമായും മുക്കം ടൗൺ വെള്ളത്തിലടിയിലാവാനുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ നടപടിക്കെതിരെ ശക്തമായ നടപടി നഗരസഭ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ അനധികൃത നിർമ്മാണം നിർത്തിവെക്കാനുള്ള ഉത്തരവിടുന്നതാണ്. അതിനു പുറമെ നടത്തിയ നിർമ്മാണങ്ങൾക്ക് 3 ഇരട്ടി പിഴ ചുമത്തി റെഗുലറൈസ് ചെയ്യാനുള്ള നിർദ്ദേശം കൂടെ നൽകുന്നതാണ്. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് നിർദ്ദേശിച്ച് 2 വർഷം മുമ്പ് നഗരസഭയ്ക്ക് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരുന്നു. മുക്കം സ്വദേശി അഡ്വക്കേറ്റ് അൻവർ സാദത്ത് നൽകിയ പരാതിയിലായിരുന്നു ഉത്തരവ്. ഓടയിൽ വെള്ളം നിറഞ്ഞിട്ട് ഇവിടെയുള്ള ഷോപ്പുകളിലെല്ലാം വെള്ളം കയറുകയാണ്. അപ്പോൾ 2009 ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഈ ഓട വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ സമ്പാദിച്ചിട്ടുണ്ട്. അതുപ്രകാരം മുക്കം മുനിസിപ്പാലിറ്റി ഇവിടെ വന്ന് നന്നാക്കി താൽക്കാലികമായിട്ടൊരു ആശ്വാസം ഉണ്ടായെങ്കിലും അത് ശാശ്വതമായ ഒരു പരിഹാരമായിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഈ പ്രശ്നത്തെ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, കടക്കാരും നാട്ടുകാരും ഒക്കെ. ഹൈക്കോടതി വിധി ലംഘിച്ചതിനെതിരെയും അനധികൃത നിർമ്മാണത്തിനും തോട് കയ്യേറ്റത്തിനുമെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 മുക്കം. ലോക മുട്ട ദിനത്തിൽ കായംകുളത്ത് മുട്ട വിഭവങ്ങൾ ഒരുക്കി പൗൾട്രി ഫെഡറേഷൻ. മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കുക, സുരക്ഷിതമായ പോഷകാഹാരമായ മുട്ട വിഭവങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത്. ഇതോടൊപ്പം മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് SK നസീർ, R രവീന്ദ്രൻ, അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നും ചന്ദനത്തിന്റെ വിത്തുകൾ ശേഖരിച്ചു തുടങ്ങി. കേരളത്തിലും സമാന കാലാവസ്ഥയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ചന്ദനം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. 3 മാസം നീളുന്ന സംഭരണത്തിലൂടെ 1 കോടി രൂപയുടെ ചന്ദന വിത്ത് വിൽപ്പനയാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. മറയൂർ ചന്ദനക്കാടുകളിൽ നിന്ന് തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ചന്ദനമരത്തിന്റെ വിത്തുകൾ ശേഖരിക്കുന്നത്. കടും നീല നിറത്തിലുള്ള ചെറുപഴങ്ങൾ താനെ വീണ് ഉണങ്ങും. ഇതാണ് വനം വകുപ്പ് ശേഖരിക്കുന്നത്.
ഗുണമേന്മയിലും സുഗന്ധത്തിലും മറ്റു പ്രദേശങ്ങളിൽ വളരുന്നവയേക്കാളും മുൻപന്തിയിലുള്ളതാണ് മറയൂർ ചന്ദനം. അതിനാൽ മറയൂർ ചന്ദനം മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ശേഖരിക്കുന്ന വിത്തുകൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ വനം വകുപ്പിനും IWST, KFRI തുടങ്ങിയ റിസർച്ച് സെൻ്ററുകൾക്കുമാണ് വിതരണം ചെയ്യുന്നത്. വനസംരക്ഷണ സമിതികളുടെ നേതൃത്വത്തിലാണ് വിത്തുകളുടെ ശേഖരണം. നിലവിൽ ചന്ദനത്തിൻ്റെ ഒറിജിനൽ വില 2000 രൂപയാണ്. 2000 രൂപയ്ക്ക് പുറത്ത് കൊടുക്കും. പ്രോസസ്സിങ്ങും ചെറുക്കൂലിയും എല്ലാം ഉൾപ്പെടെയാണ് 2000 രൂപ. ഇത് പാസ് FDAയിൽ പൈസ അടച്ച് പാസ് എടുക്കുന്നവർക്ക് ആർക്കും ഈ ചന്ദനവിത്ത് കൊടുക്കുന്നതായിരിക്കും. മറയൂർ ചന്ദനവിത്തിന് റെക്കോർഡ് വിലയാണ് വിപണിയിൽ. മറയൂർ റേഞ്ചിൻ്റെ കീഴിൽ ഏറ്റവുമധികം ചന്ദനമരങ്ങളുള്ള നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പ്രധാനമായും വിത്തുകൾ ശേഖരിക്കുന്നത്. ന്യൂസ് 18 മറയൂർ. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.